Good morning, all. Good morning, ma'am. Morning. Good morning, miss. Morning. എല്ലാവരും നമ്മളിപ്പോ എന്താണ് എംപ്ലോയർ റിലേഷൻസ് അല്ലെ, അതാണ് പൊതുവെ ഇപ്പോ ഈ ടൈമിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. എംപ്ലോയർ റിലേഷൻസിന്റെ ഭാഗം എടുക്കുക. അതിനെ വായിച്ചു നോക്കിയായിരുന്നോ? എടുത്തോളം വായിച്ചു നോക്കുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മള് ലാസ്റ്റ് ഭാഗം എടുത്തത് എവിടം വരെയാ? നേച്ചർ ഓഫ് എംപ്ലോയീസ് റിലേഷൻസ്. ഡിസിപ്ലിനറി. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നേച്ചർ ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് കംപ്ലീറ്റ് ആയി. ഈ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞില്ല, മൾട്ടി ഡയമെൻഷണൽ നേച്ചർ ഇല്ല. ഓക്കെ, നമ്മളൊന്ന് ലാസ്റ്റ് പോയിന്റ് തുടങ്ങിയെടുക്കാം. തേർഡ് പോയിന്റ് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. തേർഡ് പോയിന്റ് വിവരിച്ചില്ലേ? ഇന്റർ ഡിസിപ്ലിനറി ഇല്ല. ഓക്കെ, നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കാനുണ്ടല്ലേ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കിക്കോളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ വേറെ പോവാം. ഇച്ചിരി പുറകിലാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ അല്ലെ റിലേഷൻ എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ പറഞ്ഞു. അവിടെയുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള തൊഴിലുടമ അല്ലെ, അവർ തമ്മിലുള്ള നല്ല അഭേദ്യമായ ബന്ധം, അത് ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ആ സ്ഥാപനം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെ, നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊന്നും സാധിക്കുകയില്ല. ഒട്ടനവധി റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ട് വരും അല്ലെ. അത് സ്ഥാപനത്തിന്റെ ആ ഒരു സൈസ് അല്ലെ, ഒത്തിരി എന്താണ് ഫെസിലിറ്റീസ്, ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ആ ഒരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും അധികം അല്ലെ ലീഗൽ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തി പോയാൽ മതി. പക്ഷെ വലിയ വലിയ ഓർഗനൈസേഷനൊക്കെ അല്ലെങ്കിൽ കമ്പനികളോ ഫോമുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും അല്ലെ, പലതരത്തിലുള്ള ബന്ധങ്ങളും ഗവൺമെന്റിന്റേതായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു കൺട്രികൾ, മറ്റു സ്റ്റേറ്റുകൾ എല്ലാം റിലേറ്റ്, യൂണിയനുകൾ അങ്ങനെ എല്ലാം റിലേറ്റ് ചെയ്ത് ഒന്നിച്ച് കൊണ്ടുപോകണം. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള തേർഡ് പോയിന്റ് അല്ലെ, എല്ലാ സവിശേഷതകളുടെ നേച്ചറിന്റെ സ്വഭാവത്തിന്റെ തേർഡ് പോയിന്റ് നോക്കാം. Interdisciplinary. Industrial relations can be called an interdisciplinary field. ഇതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുമ്പോൾ വ്യവസായം എന്താന്ന് പറയുന്നത്. അത് എന്താണ്, ഒരു ഉള്ളിൽ തന്നെ ആന്തരികമായി തന്നെ നല്ലൊരു അച്ചടക്ക അല്ലെ, എല്ലാവരോടും നല്ലൊരു ബന്ധം, ഒരു അച്ചടക്ക ബോധ്യത്തോടു കൂടി പോകേണ്ട ഒരു ഫീൽഡ് തന്നെയാണ്. This is because
It is not a fusion of multiple disciplines, rather it draw its components from various fields like sociology, law, economics, psychology, political science, etc. അതായത് നമ്മളൊരു സ്ഥാപനം അല്ലെ, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവിടെ എന്താണ് പലതരത്തിലുള്ള ബന്ധങ്ങളും ഒന്നിച്ച്, അത് നല്ല അച്ചടക്കബോധത്തോടുകൂടി അല്ലെ, ഏതെങ്കിലും ഒരു ബന്ധത്തിന് മാത്രം പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് അല്ലെ, നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ ചില ലീഗൽ നടപടികൾ കൂടി ശ്രദ്ധിക്കണം അല്ലെ. നമ്മുടെ സ്ഥാപനത്തിൽ മാത്രം നമുക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് എല്ലാ സൊസൈറ്റികളും സ്ഥാപനങ്ങളും മെമ്പർഷിപ്പുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അജണ്ടകൾ കൂടി പാലിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ചില റെഗുലേഷൻസ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. എങ്കിൽ കൂടി അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം അല്ലെ. അപ്പൊ അവരുടെ പലതരത്തിലുള്ള സാമ്പത്തിക വശം, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വശം, അതേമാതിരി തന്നെ സോഷ്യൽ അല്ലെ നമ്മുടെ സാമൂഹിക വശം, അങ്ങനെ പലതരത്തിലുള്ള വശങ്ങളെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാ. ഓക്കെയാണ്. അപ്പൊ അത്തരത്തില് നമ്മൾ എല്ലാം അല്ലെ ഒരുപോലെ തന്നെ ബന്ധം കാത്തു സൂക്ഷിച്ചു കൊണ്ട് പോകേണ്ടതുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹെൻസ് ഇൻ എ വൈഡർ perspective, industrial relation is the interdisciplinary area that includes the study of various characteristics of individuals at the workplace. മാത്രമല്ല നമ്മുടെ ആ ഒരു വർക്ക് പ്ലേസ് എടുക്കാം, നമ്മളെ ഏതൊരു അന്തരീക്ഷത്തിലാണോ അവര് വർക്ക് ചെയ്യുന്നത് മൊത്തത്തിൽ സ്റ്റഡി ചെയ്യുന്നത് അല്ലെ. അവിടെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ്, അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിന് അല്ലെ ഏത് തരത്തിലുള്ള, അങ്ങനെ പല ചിലപ്പോ ചില ധാരണകള് ശരിയായിരിക്കും, ഒരുപോലെ തന്നെ കൊണ്ടുപോകാന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് ആയിരിക്കും. പക്ഷെ ചിലപ്പോ ആ ഒരു സിറ്റുവേഷൻസിൽ ചിലപ്പോ ചില റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ചിലപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റഡി ഓഫ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽസ് അറ്റ് ദ വർക്ക് പ്ലേസ്. ആ വർക്ക് പ്ലേസിൽ ഓരോ ഇൻഡിവിജ്വൽസിന്റെ വ്യത്യസ്ത ക്യാരക്ടറുകളൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി, അത് മാത്രമല്ല അതെല്ലാം മോസ്റ്റ്ലി ആ ഒരു വ്യവസായ സ്ഥാപനത്തില് നല്ല ബന്ധങ്ങൾ കെട്ടിപ്പിടിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത്തരത്തില് വ്യത്യസ്ത തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള നടപടികളെല്ലാം തന്നെ സ്റ്റഡി ചെയ്തിട്ട് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. This comprise of the study of individuals, groups of workers who may not form a union or association, the attitude of the union organizations and the employer, the public policy of legal framework, the ruling terms of employment, the economic of employment issues, and even the comparative analysis of industrial relation system in various countries over various time zones. അതായത് നമ്മൾ പലതരത്തിലുള്ള വീക്ഷണക്കോള് അല്ലെ എപ്പോഴും നമ്മൾ വീക്ഷിക്കുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെ. വ്യവസായ ബന്ധം എന്ന് പറയുന്നത് ജോലിസ്ഥലത്തെ വ്യക്തിഗത വിവിധ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ട് നല്ലൊരു പഠനം നടത്തിയിട്ട് അല്ലെ ആ ഒരു വിഷയത്തിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ സ്ഥാപിക്കണമെന്ന് അല്ലെ അത് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഉദ്ദേശിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള യൂണിയനുകൾ അല്ലെ. ആ ഒരു ഭാഗത്ത് നമുക്ക് ചില യൂണിയനുകൾ ചില പേഴ്സൺസ് ചില യൂണിയനിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കും, ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അതെ. അപ്പൊ കുറച്ചു പേര് കൂട്ടം ചേർന്ന് ചില യൂണിയൻ മെമ്പർഷിപ്പ് അല്ലെ അത് സ്ഥാപിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. അതായത് വലിയ വലിയ സ്ഥാപനങ്ങൾ അല്ലെ, നമ്മൾ ചെറിയൊരു കാര്യമല്ല ഉദ്ദേശിച്ചത്, വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ വ്യക്തികളെയൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടിയൊക്കെ ശ്രദ്ധിക്കണം അല്ലെ. ചിലർക്ക് ചിലതിനോട് കൂടെ ചേർന്ന് നിൽക്കാനൊക്കെ ആയിട്ട് താല്പര്യം ഉണ്ടാവും. ചില യൂണിയനുകളൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് തന്നെ രൂപീകരിക്കും. അപ്പൊ അവരെന്താണോ ഇതിന് പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ യൂണിയനുകളൊക്കെ രൂപീകരിക്കുന്നത് അല്ലെ. യൂണിയനുകൾ വെറുതെ രൂപീകരിക്കുമോ? വെറുതെ അല്ലല്ലേ, എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണം അല്ലെ. ചിലപ്പോഴൊക്കെ തൊഴിലാളികൾക്ക് സംബന്ധമായ വേജസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ ആയിരിക്കും യൂണിയനുകളൊക്കെ മുന്നോട്ട് വരുന്നത് അല്ലെ. അപ്പൊ അവിടെ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള അല്ലെ താല്പര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം
പല കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ദിസ് കോംപ്രമൈസ് ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ഹു മേ ഓർ മേ നോട്ട് ഫോം എ യൂണിയൻ ഓർ അസോസിയേഷൻ, ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ യൂണിയൻ ഓർഗനൈസേഷൻസ് ആൻഡ് എംപ്ലോയർ, ദ പബ്ലിക് പോളിസി. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ ശ്രദ്ധിക്കേണ്ടത്, ഓരോരുത്തരുടെ ആ ഒരു യൂണിയനുകളിലൊക്കെ അല്ലെ ഉണ്ടാകുന്നവരുടെ ആറ്റിറ്റ്യൂഡ് മനോഭാവങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ദ പബ്ലിക് പോളിസി ഓർ ലീഗൽ ഫ്രെയിംവർക്ക് അല്ലെ, അതേമാതിരി തന്നെ നയങ്ങള്, പബ്ലിക് ആയിട്ടുള്ള നയങ്ങള്, then എന്താണ് നിയമ നടപടികൾ അല്ലെ, ലീഗൽ ഫ്രെയിംവർക്ക്, റൂൾ ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്, തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമ നടപടികൾ എന്തൊക്കെയാന്നുള്ളത് നോക്കണം. എക്കണോമിക് ഓഫ് എംപ്ലോയ്മെന്റ് ഇഷ്യൂസ്, അതായത് അവിടുത്തെ സാമ്പത്തിക വശത്തിനെ കുറിച്ച് നോക്കണം. ആൻഡ് ഈവൻ ദ കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം ഇൻ വേരിയസ് കൺട്രീസ് ഓവർ വേരിയസ് ടൈം സോൺസ്. അതായത് വ്യത്യസ്ത മേഖലകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവിധ നയമേഖലകളിലൊക്കെ വിവിധ അല്ലെ ചില വ്യാവസായിക കൺട്രികളിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരുമോ? അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരതമ്യ വിശകലനം അല്ലെ, കമ്പാരിറ്റീവ് അനാലിസിസ് ഒക്കെ നമ്മൾ നോക്കണം അല്ലെ. ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം ആൻഡ് വേരിയസ് കൺട്രീസ് ഓവർ വേരിയസ് ടൈം സോൺസ്, വ്യത്യസ്ത മേഖലകളിലൊക്കെ വ്യത്യസ്ത കൺട്രികളിലൊക്കെ ഇത്തരത്തിലുള്ള നയങ്ങളൊക്കെയാണ് പോകുന്നത്. അതിന്റെയൊക്കെ കമ്പാരിസൺ, ചില വലിയ വലിയ കമ്പനികളൊക്കെ എന്താണ് ചിലതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും, ചില റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാനൊക്കെ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. അവര് എന്താണ് എല്ലാ വശങ്ങളും ഇപ്പൊ നമ്മൾ കണ്ട എല്ലാ വിഷയങ്ങളെ കുറിച്ചും കൊണ്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെ, എന്തെങ്കിലും പുതിയ പുതിയ അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധങ്ങളൊക്കെ ആയിട്ട് സ്ഥാപിക്കാനായിട്ട് അവര് മുൻകൈ എടുക്കുന്നത്. An integrated interdisciplinary approach help one to know industrial relations as an area that consists of different subjects such as grievance redressal, then collective bargaining, pay fixation, employee benefits, the quality of work life, state labor policy, industrial conflict, etc. നമുക്കറിയാം ഇങ്ങനെ സാധാരണയായിട്ട് ഇങ്ങനെ യൂണിയനുകളൊക്കെ വരുമ്പോൾ അല്ലെ, അതിന്റെയൊക്കെ ബന്ധം സ്ഥാപിക്കണം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനാണ് അല്ലെ. പൊതുവെ നമുക്കറിയാം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബന്ധം സ്ഥാപിച്ചു വരുന്നത് അല്ലെ. പലതിലും മെമ്പർഷിപ്പ് ഒക്കെ നമ്മുടെ കമ്പനികളാണെങ്കിലും ഓർഗനൈസേഷനൊക്കെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അല്ലെ, അവിടെ ഒത്തൊരുമയോട് കൂടിയിട്ട് ചില കമ്പനിക്കും നഷ്ടം വരരുത്, അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിലും കോൺഫ്ലിക്റ്റുകൾ അല്ലെ, യൂണിയനുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സമരങ്ങളൊക്കെ മുന്നിട്ട് വരാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് പലതിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് എന്താണ്, സച്ച് ആസ് ഗ്രീവൻസ് റിഡ്രസൽ അല്ലെ, പരാതി പരിഹാരങ്ങൾക്ക്, കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് വെച്ചാൽ എന്തെങ്കിലും അല്ലെ നമ്മൾക്ക് കിട്ടേണ്ടത് ലഭിക്കേണ്ടത് നമ്മൾ മേടിച്ചെടുക്കുന്ന അല്ലെ, കളക്ട് ചെയ്ത് മേടിച്ചെടുക്കുന്ന ആ ഒരു രീതി, പേ ഫിക്സേഷൻ, നമുക്കറിയാം കറക്റ്റ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ഒക്കെ എല്ലാവർക്കും ഒരേപോലെ അല്ലെ യൂണിറ്റിയോട് കൂടിയിട്ട് വർക്കേഴ്സിനൊക്കെ അവരവരുടെ ഡ്യൂട്ടിക്ക് അനുസൃതമായിട്ടുള്ള പേയ്മെന്റ് ഒക്കെ ലഭ്യമാക്കുന്നതിന്, എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ഇൻ കേസ് വേറെ എന്തെങ്കിലുമൊക്കെ മോണിറ്ററി അല്ലെ അല്ലെങ്കിൽ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സുകളൊക്കെ നേടിയെടുക്കാനായിട്ട് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, അതായത് അല്ലെ അവരുടെ ആ ഒരു ജോലിയോടൊപ്പം തന്നെയുള്ള ഒരു ഗുണമേന്മ അത് വർദ്ധിപ്പിച്ചു. സ്റ്റേറ്റ് ലേബർ പോളിസി, അതായത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒക്കെ ആയിട്ടുള്ള തൊഴിൽ നിയമങ്ങളൊക്കെ ഉറപ്പാക്കാനായിട്ട്. ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ്, അതായത് എന്താണ് നമ്മുടെ വ്യവസായ തർക്കങ്ങൾ എന്തെങ്കിലും അല്ലെ, നമ്മുടെ ഇൻഡസ്ട്രിയൽ ആയിട്ട് വ്യവസായ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം കണ്ടെത്താനൊക്കെ ആയിട്ടായിരിക്കും പൊതുവെ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉപകാരപ്പെടുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇന്റർഡിസിപ്ലിനറി ഓക്കെയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞ കുറെ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലെ, അവിടേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് നമ്മുടെ കമ്പനിയിൽ ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിന്റെ സ്വഭാവത്തിന് മറ്റൊരു സവിശേഷതയുണ്ട്, അതായത് മൾട്ടി ഡൈമെൻഷ്യൽ ഇൻ നേച്ചർ, വെച്ചാൽ ബഹുമുഖ സ്വഭാവമാണ് ഏതൊരു കമ്പനിക്കും ഉണ്ടാകും അല്ലെ. ബഹുമുഖ സ്വഭാവം എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഡു നോട്ട് ഓപ്പറേറ്റ് എന്താണ് പർപ്പസസ്ലി എന്ന് വെച്ചാൽ എന്താണ് പ്രധാനമായിട്ട് എന്താണ് ഇല്ലാതെ പ്രവർത്തിക്കുന്നില്ല, എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവും അല്ലെ. ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ? പർപ്പസ് ആയിട്ടാണോ, ഒരു പർപ്പസ് ഇല്ലാതെയാണോ ഒരു കമ്പനി ഫോം ചെയ്യുക? ഉണ്ടാവും.
rather it is multi-dimensional in nature. അത് മാത്രമല്ല അതിന് എന്താണ് വ്യത്യസ്ത ബഹുമുഖ സ്വഭാവവുമായിരിക്കും അല്ലെ. ഒരു ഉദ്ദേശം ഉണ്ടാവും. അത് മാത്രമല്ല വ്യത്യസ്ത കമ്പനികൾക്ക് വ്യത്യസ്ത നേച്ചറുകളാണ്. ആൻഡ് affected by several factors institutional, economic and technological factors etc. അതായത് നമുക്കറിയാം ഒരു കമ്പനി അല്ലെ, ചിലത് കുറെ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള അല്ലെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ആയിരിക്കും അത് ഫോം ചെയ്തത്. ചിലതാണെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെ അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. ചിലതാണെങ്കിൽ നമുക്കറിയാം എന്താണ് എല്ലാത്തിനും അല്ലെ പലതിനും കുറെ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊരു കമ്പനി ആണെങ്കിലും അതിന് വ്യത്യസ്ത ഉദ്ദേശങ്ങൾ ഉണ്ടാവും. അത് മാത്രമല്ല അതിന് വ്യത്യസ്ത മുഖങ്ങളായിരിക്കും അല്ലെ. അത് അതിന്റെ മുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്ന് പറയുന്നത് അതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ, എക്കണോമിക് ആൻഡ് ടെക്നോളജി ഫാക്ടേഴ്സ് എക്സെട്ര. അതായത് വ്യത്യസ്ത ഘടകങ്ങളെല്ലാം അതിൽ ബന്ധപ്പെടുന്നുണ്ട്. അതിന്റെ സാമ്പത്തിക വശങ്ങൾ വ്യത്യസ്തമായിരിക്കും, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് വ്യത്യസ്തമായിരിക്കും, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു അല്ലെ ജോലി വ്യത്യസ്തമായിരിക്കും അല്ലെ. എല്ലാ കമ്പനികളും നമുക്കറിയാം ഒരേപോലെ എല്ലാ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ കമ്പനിയും രൂപീകരിക്കുന്നത്. ചിലത് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ ചിലത് സർവീസിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ. ചിലത് ടെക്നിക്കൽ ആയിട്ടുള്ള യൂസേജ് ആയിരിക്കും കൂടുതൽ, ചിലത് ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഫാക്ടേഴ്സ് ഇതിനെ ബേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ റിലേഷൻഷിപ്പിലും വ്യത്യസ്തമായിരിക്കും അല്ലെ. ആ ഒരു വ്യത്യാസം ആ നേച്ചറും കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? നമ്മൾ പഠിച്ചത് എന്താണ് നേച്ചർ ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് അല്ലെ. അവിടെ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളായതുകൊണ്ട് തന്നെ കമ്പനികളുടെ റിലേഷൻഷിപ്പിലും കുറച്ച് വ്യത്യസ്തതകളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും ചില കമ്പനികളൊക്കെ നമ്മൾ പറഞ്ഞു ചെറുതും വലുതുമായ ഡിഫറൻസ് അല്ലെ, അത് വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ചെറുതും വലുതിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതകളുണ്ട് അല്ലെ. അവിടെ യൂണിയനുകളൊക്കെ ഫോം ചെയ്യുന്ന സംഘടനകൾ ഉണ്ടാവാം. ചിലതിലൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു അന്തരീക്ഷമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളത് എല്ലാം തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഫാക്ടറും ഏതാണ്? ബഹുമുഖ സ്വഭാവമാണ്. അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമായിരിക്കും ഏതൊരു കമ്പനിക്കും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിനും. അത് തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഒരേ കമ്പനിയും എന്തെങ്കിലും ഉദ്ദേശത്തിനോട് കൂടിയിട്ടായിരിക്കും സ്ഥാപിക്കുന്നത്. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ടുള്ള രീതികളായിരിക്കും ഓരോന്നും ഫോളോ ചെയ്ത് അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും തന്നെ എല്ലാ റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഭാഗം നോക്കാം. സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ്. സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ് എന്ന് പറയുമ്പോഴും ഏതാണ്ട് ഈ പറഞ്ഞ വിശദകളൊക്കെ തന്നെയാണ് നമ്മൾ ഇച്ചിരി അല്ലെ വ്യത്യസ്തമായിട്ട് തന്നെ മനസ്സിലാക്കി പോകാം. അതായത് നമ്മളുടെ ആ ഒരു വ്യാപ്തി അല്ലെ, ഈ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പില് മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോൾ നമ്മളിങ്ങനെ രൂപീകരിച്ച് വരുമ്പോൾ അതിന്റെ ആ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ സ്ഥാപനത്തിന്റെയും രീതി അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും അല്ലെ. ഇനി നമുക്ക് എന്താണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് നോക്കാം. The scope of industrial relations comprises all sorts of relations in an industry, like creating and nurturing useful and friendly labor management relations, industrial harmony and industrial democracy. ആണ് ഇവിടെ പറയുന്നത്. നർച്ചറിംഗ് എന്ന് പറയുന്നത് പരിപോഷിപ്പിക്കുക അല്ലെ, അത് പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നത്. അതായത് നമ്മുടെ റിലേഷൻഷിപ്പ് പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നത് അല്ലെ. നമ്മള് സാധാരണയായിട്ട് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് നല്ല ബന്ധം നിലനിർത്തുക, അത് ഉപയോഗപ്രദമാക്കുക, അതല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരിക അല്ലെ. ആ ഒരു ലക്ഷ്യമായിരിക്കില്ലേ എന്തിലെങ്കിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗപ്രദം ഉണ്ടാകും അല്ലെ, അല്ലെങ്കിൽ നല്ലൊരു ബന്ധം അല്ലെ, നല്ല അത് വളർത്തിക്കൊണ്ടുവരുവാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ളൊരു ഉദ്ദേശത്തോട് അല്ലെ. അത് തന്നെയാണ് അതിൽ പറയുന്നത്. The scope of industrial relations comprises all sorts of relations in an industry, like creating and nurturing useful and friendly labor management relations. അതായത് നല്ല മാനേജ്മെന്റ് അല്ലെ, അവിടെയുള്ള മാനേജ്മെന്റും അവിടെയുള്ള ഇതും തമ്മിൽ അല്ലെ, തൊഴിലാളികളും തമ്മിൽ നല്ലൊരു സൗഹൃദപരമായിട്ടും ഉപയോഗപ്രദമായിട്ടുള്ള ബന്ധം അത് പരിപോഷിപ്പിക്കുന്നതിന് അല്ലെ. മാത്രമല്ല എന്താണ് ഇൻഡസ്ട്രിയൽ ഹാർമണി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഡെമോക്രസി എന്ന് വെച്ചാൽ ആ ജനാധിപത്യത്തിൽ, അതായത്
ആ ഒരു ഇൻഡസ്ട്രിയുടെ ജനാധിപത്യം ഞാൻ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ളത് അല്ലെ. പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, യൂണിയനുകളായിട്ടുണ്ട്, എന്താണ് ഗവൺമെന്റ് ആയിട്ടുള്ള ബന്ധമുണ്ട്, യൂണിയനുകളായിട്ടുള്ള ബന്ധമുണ്ട്, മാനേജ്മെന്റും തൊഴിലാളികളും അല്ലെ, എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ അവരൊക്കെ തമ്മിൽ നല്ല ഐക്യത്തോടും സമാധാനത്തോടും കൂടിയിട്ട് ഒരു ബന്ധം അത് ഉപയോഗപ്രദമാക്കുക അല്ലെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ട് റിലേഷൻഷിപ്പിൽ വരുന്നത്. അപ്പൊ അതൊരു സ്കോപ്പ് അല്ലേ, അതിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. ആണോ? വിശാലമായ ഒരു ഇതാണല്ലേ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വിശാലമായി കിടക്കുന്ന ഒന്നല്ലേ? അതെ, ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇൻ ആൻ ഇൻഡസ്ട്രി ദ വർക്കേഴ്സ് ഹു വർക്ക് വിത്ത് ഈച്ച് അതർ not only influence the work relations but also influence the social, economic, political, professional and moral lives of individual doing job at various organizations. ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത സ്ഥാപനങ്ങളില് അവിടെ വർക്ക് ചെയ്യുന്നവര് അല്ലെ, അവര് ഏത് തരത്തിലുള്ള വ്യക്തികളാണെങ്കിലും അല്ലെ, പലതരത്തിലുള്ള നമ്മളതറിയാം, മേലുദ്യോഗസ്ഥരുണ്ടാവാം, കീഴുദ്യോഗസ്ഥരുണ്ടാവാം, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വർക്കേഴ്സ് ഉണ്ടാവും അല്ലെ, ഉണ്ടാവില്ലേ? അവര് തമ്മിലുള്ള ഒരു ബന്ധം മാത്രമല്ല, അവിടെയുള്ള വർക്കേഴ്സ് തമ്മിലുള്ള ഒരു ബന്ധം മാത്രമല്ല അവിടെ പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ എന്താണ്? വിവിധ രാഷ്ട്രീയ അല്ലെ, ഇവിടെ പറയുന്നുണ്ട് എന്താണ്? വിവിധ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, പ്രൊഫഷണൽ ആൻഡ് മോറൽ വൈസ്. അതായത് നമുക്ക് അറിയാം സാമ്പത്തിക, രാഷ്ട്രീയ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ സംഘടനകൾ, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് അല്ലെ, പലതരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റികളുമായിട്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ബന്ധം അവിടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അവിടെയുള്ള വർക്കേഴ്സ് തമ്മിലുള്ള ബന്ധം മാത്രമല്ല അതിൽ ഒതുങ്ങിക്കൂടുന്നത്. ഇൻഡസ്ട്രി ഈസ് എ സ്മാൾ സോഷ്യൽ യൂണിവേഴ്സ് ഇൻ ഇറ്റ്സെൽഫ്. നമുക്കറിയാം ഇൻഡസ്ട്രി അതിൽ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ, അതിൽ തന്നെ ഒരു വ്യക്തിപരമായ ബന്ധം ആ ഇൻഡസ്ട്രിക്ക് ഉണ്ട്. ദ സ്കോപ്പ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് കംപ്രൈസ് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ്സ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ വ്യാപ്തി എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ നമുക്കറിയാം കുറെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള കുറെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഫീൽഡുകൾ അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് താഴെ പറയുന്നത്. നമുക്ക് ഫസ്റ്റ് വേണം പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. ഒരു ബന്ധം അല്ലെ, അവിടെ ബന്ധം നിലനിർത്തുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ മാനേജ്മെന്റുമായിട്ടുള്ള ഒരു പങ്കാളിത്തം അല്ലെ വേണ്ടി വരില്ലേ? വേണ്ടി വരുമോ? ഒരു പങ്കാളിത്തം വേണ്ടി വരുമോ? ഒരു പങ്കാളി അല്ലെ ഉണ്ടാവും അല്ലെ. അത് നല്ല സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സ് മാനേജ്മെന്റ് തമ്മിൽ നല്ലൊരു ബന്ധം വേണം അല്ലെ. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ഓർ പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഓർ എംപ്ലോയി ഇൻവോൾവ്മെന്റ്. അതായത് ഇതിനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് വിളിക്കാം. അതായത് എംപ്ലോയീസിന് അല്ലെ, തൊഴിലാളികളുടെ ഒരു പങ്കാളിത്തം, ഇൻവോൾവ്മെന്റ്, ഇടപെടൽ അല്ലെ, അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നതിൽ അവരുടെ ഒരു പങ്കാളിത്തം, അല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ അല്ലെ മാനേജ്മെന്റിന്റെ എല്ലാ നിലപാടുകളിലൊക്കെ പങ്കാളിയാകുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. തൊഴിലാളികളെ ഇൻവോൾവ് ചെയ്യുക, അതല്ലേ ഉദ്ദേശിക്കുന്നത്? ആണോ? തീരുമാനമെടുക്കുമ്പോൾ ഓക്കെ. അപ്പൊ എന്തെങ്കിലും അല്ലെ നമുക്കറിയാം അവരെയും കൂടി നമ്മൾ കണ്ടതാണ്, അവരെയും കൂടി ഇൻവോൾവ് ചെയ്ത് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത് വർക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാവും. അവർ മാക്സിമം അവരുടെ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യും അല്ലെ. അപ്പൊ ആ തരത്തിലുള്ള ഒരു ബന്ധം. It involves employees in the process of decision making of the organization by contributing in actions such as forming work schedules, goal settings, and giving ideas or suggestions. അപ്പൊ നമുക്കറിയാം അവരൊരു ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, അവര് വന്ന് ഒരു എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എംപ്ലോയീസ് വന്ന് മിണ്ടാതിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്? ആണോ? ചില എന്തുകളില് അല്ലെ വെറുതെ പേരിന് അവരുടെ പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടുത്തുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ അവർക്ക് പറയുന്നതൊന്നും കേൾക്കാത്ത മാനേജ്മെന്റും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്താ അങ്ങനെ ഉണ്ടാവില്ലേ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും, ഇവരുടെ പങ്കാളിത്തം ഉണ്ടെന്ന് ഉറപ്പുവരുത്തും അല്ലെ. ആ ഒരു നിലപാടുകളുള്ളവരുണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു ബിസിനസ് ഫേം മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പങ്കാളികളുടെയും കൂടെയും അഭിപ്രായം അല്ലെ, അവരുടെയും കൂടെയും സജഷൻസ് അല്ലെങ്കിൽ അവരുടെയും കൂടെയും ഗോൾ സെറ്റിംഗിലുള്ള ഒരു പങ്ക്, അല്ലെങ്കിൽ അവർക്ക് വർക്ക് ഷെഡ്യൂൾ ചെയ്യുമ്പോഴൊക്കെ അവരുടെ ഒരു പങ്ക് അല്ലെ,
അതും കൂടി ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിയിൽ വലിയ ഡിസ്പ്യൂട്ടുകളൊന്നും ഉണ്ടാവില്ല, വലിയ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? ആണോ? ശരിയാണോ? ഞാൻ എന്താ പറഞ്ഞത്? ക്ലിയർ ആയോ? എന്താ? ഓക്കെ. അപ്പൊ അതിന് പരമാവധി ശ്രമിക്കണം അല്ലെ? അതാണ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എംപ്ലോയീസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങില് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഇൻ കേസ് എന്തെങ്കിലും വർക്ക് ഷെഡ്യൂൾ ഫോം ചെയ്യുമ്പോൾ, രൂപീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസുകളൊക്കെ അവരുടെ അല്ലെങ്കിൽ സജഷൻസ്, നിർദ്ദേശങ്ങളൊക്കെ എംപ്ലോയീസിൽ നിന്നും ചോദിച്ചിട്ട് തീരുമാനമെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല പങ്കാളിത്തം തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാം. നെക്സ്റ്റ് നോക്കാം, ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്. പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് ക്ലിയർ ആയി കാണും അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം, ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്. എന്താണ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്? എന്തെങ്കിലും തർക്ക പരിഹാരങ്ങൾ അല്ലെ? തർക്ക പരിഹാരങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. നമുക്കറിയാം അവിടെയും ഒരു പങ്കാളിത്തം അല്ലെ, അവിടെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഡിസ്ക്രിപ്പൻസി ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് can give rise to industrial disputes. അതായത് നമുക്കറിയാം എവിടെയെങ്കിലൊക്കെ ചെറിയ തർക്കങ്ങൾ എന്തായാലും ഉണ്ടാവും അല്ലെ? നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സുകളുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് അവിടെ എന്താണ് അവരെ പരിഗണിച്ചില്ലെങ്കിൽ അല്ലെ, തീർച്ചയായിട്ടും അവരെ മാനിച്ചില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇനീഷ്യേറ്റീവായിട്ട് അവർ മുൻകൈ എടുത്തുകൊണ്ട് തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ? ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് സ്ട്രൈക്സ്, എന്താണ് പ്രൊട്ടക്ട്സ്, ലോക്ക്ഔട്ട്സ്, കട്ട് ബാക്സ്, എന്താണ് ഫയറിംഗ് ഓഫ് എംപ്ലോയീസ് എക്സെട്ര. അത് വേണമെങ്കിൽ ചിലപ്പോൾ എന്താണ് അവരെ ഫയർ ചെയ്തിട്ട് അല്ലെ, അവിടെ ഒച്ചപ്പാടൊക്കെ എടുത്തിട്ട് ഇറങ്ങി പോവാം, അല്ലെങ്കിൽ ലോക്കൗട്ട് നടത്താം, അല്ലെങ്കിൽ ഇൻ കേസ് സ്ട്രൈക്ക് ആയിട്ട് അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും അവര് മുന്നിൽ അല്ലെ പൊട്ടിത്തെറിച്ച് അല്ലെ എന്തെങ്കിലും ഡിസ്റ്റർബുകൾ വരുത്തി വെക്കുന്നത്. തീർച്ചയായിട്ടും അവിടെയുള്ള തൊഴിലാളികളെ ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അവര് അത് പ്രതികരിക്കും എന്നുള്ളതാണ്. The Industrial Dispute Act 1947 is a major legislation for identifying and resolving the industrial dispute. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് 1947 അല്ലെ. ഇത് സാധാരണയായിട്ട് ഇൻഡസ്ട്രിയൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും എന്താണ് അവിടെ കൃത്യമായിട്ട് അല്ലെ അതിന്റെ സൊല്യൂഷൻസ് നമുക്കറിയാം. എന്തെങ്കിലും പരാതികൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ട് അല്ലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 വരുന്നത്. അതിന് അനുസരിച്ചിട്ടായിരിക്കും പൊതുവെ അതിന്റെ പരിഹാര തർക്കങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കൂടുക. തീർച്ചയായിട്ടും നമുക്കറിയാം ഒറ്റയടിക്കൊന്നും ആയിരിക്കില്ല അല്ലെ ഇതിന്റെയൊക്കെ തർക്ക പരിഹാരങ്ങൾ ഉണ്ടാവുക. മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വിളിച്ചുകൂട്ടി അല്ലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ സോൾവ് ചെയ്യുന്ന രീതികളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുവരിക. അപ്പൊ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റിൽ നമുക്കറിയാം നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകുന്നതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം ട്രേഡ് യൂണിയൻസ്. അതും ഇതുമായി ബന്ധപ്പെട്ട തന്നെ ഒരു ഇത് തന്നെയാണ് അല്ലെ. ട്രേഡ് യൂണിയൻ ഈസ് എ ലോങ് ലാസ്റ്റിംഗ് അസോസിയേഷൻ ക്രിയേറ്റഡ് ബൈ എംപ്ലോയീസ് ഇൻ ഓർഡർ ടു ഗെയിൻ ബെനിഫിറ്റ്സ് ഔട്ട് ഓഫ് ദ ഇൻഡസ്ട്രി. അതായത് വ്യവസായത്തിൽ നിന്നുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെ ബെനിഫിറ്റ്സുകളൊന്നും എംപ്ലോയീസിന് ലഭ്യമായില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ യൂണിയനുകൾ ആയിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട യൂണിയനുകളൊക്കെ രൂപീകരിക്കും. അവരെന്തായാലും നീണ്ടു നിൽക്കുന്ന അല്ലെ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഫോമായിരിക്കും. തീർച്ചയായിട്ടും യൂണിയനുകളൊക്കെ പെട്ടെന്ന് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പരമാവധി തർക്കങ്ങളൊന്നും ഇല്ലാതെ എംപ്ലോയീസിനൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് അങ്ങനെ യൂണിയനുകൾ വരുന്നുണ്ടെങ്കിൽ അവര് അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കുക, അതാണ് ബെനിഫിറ്റ്സുകൾ നേടിയെടുക്കാനായിരിക്കും തന്നെ അത് രൂപീകരിക്കുന്നത്. ഇറ്റ്സ് എ പെർമനന്റ് അസോസിയേഷൻ ഓഫ് വർക്കേഴ്സ് ഫോംഡ് വിത്ത് ദ എയിം ഓഫ് എൻഹാൻസിങ് ആൻഡ് സസ്റ്റൈനിങ് ദെയർ വർക്കിംഗ് എൻവയോൺമെന്റ്. അതായത് അവിടെ നല്ല സുഗമമായിട്ടുള്ള അന്തരീക്ഷം നിലനിർത്തി പോകാനും അല്ലെ കേസ് എന്തെങ്കിലുമൊക്കെ വർക്കേഴ്സിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമനന്റ് അസോസിയേഷനുകളാണ് എന്തെന്ന് പറയുന്നത് യൂണിയനുകൾ എന്ന് പറയുന്നത് അല്ലെ. ട്രേഡ് യൂണിയൻസ് അതിന് വേണ്ടിയിട്ടല്ലേ രൂപീകരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ അത് അങ്ങനെ ഒരു വ്യാപ്തിയും കൂടി ഒരു വിശാലമായിട്ടുള്ള ഒരു ഇതും കൂടിയുണ്ട്. എന്താണ് നെക്സ്റ്റ് പറയുന്നത് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ്. എന്താണ് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്?
ഇവിടെ എംപ്ലോയിക്ക് മാത്രമല്ല അവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. അവരുടെ എംപ്ലോയേഴ്സിനും ഓർഗനൈസേഷനുണ്ട്. അതായത് നമുക്കറിയാം തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മുതൽ മുടക്ക് നടത്തുന്ന അവർക്കും അവരുടേതായ പ്രോഫിറ്റ് നേടിയെടുക്കണം അല്ലെ. ഒരുപാട് തൊഴിലാളികൾ വന്ന് സമരം ചെയ്ത് കമ്പനിയെ നഷ്ടത്തിലാക്കി കഴിഞ്ഞാൽ എന്താണ് അത് ബുദ്ധിമുട്ട് തന്നെ. ഇപ്പൊ എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ് നോക്കുക. എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ബിസിനസ് enterprises and are the most important players in industrial relations. വ്യവസായ ബന്ധത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്ലെയർ കൂടിയാണ് എന്ത് എംപ്ലോയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ ദ കൗൺസിൽ ഓഫ് ഇന്ത്യൻ എംപ്ലോയേഴ്സ് CIE അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്തേരെ. കാരണം ഈ അബ്രിവേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോരെ. എന്താണ് അതിൽ പറയുന്നത്? കൗൺസിൽ ഓഫ് ഇന്ത്യൻ എംപ്ലോയേഴ്സ്, then all India organization of employers AIOE ഇതൊക്കെ തൊഴിൽ ഉടമ സംഘടനകളാണ്. അതായത് തൊഴിലാളി സംഘടനകളല്ല, തൊഴിലുടമ സംഘടനകളാണ്. ആർ ദ മേജർ അസോസിയേഷൻസ് ഫോർ ഇന്ത്യൻ എംപ്ലോയേഴ്സ്. അപ്പൊ തൊഴിലുടമകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ഓർഗനൈസേഷനുകളാണ് എന്തൊക്കെ? CIE-യും AIOE-യും. They include members from employers organization which consist of representative organizations, chambers of commerce and trade, and the industry associations of the public sector. അതായത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഇതല്ലേ എംപ്ലോയീസ് മാത്രമല്ല, എംപ്ലോയീസും പ്രധാനപ്പെട്ട ഒരു വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് ആൾക്കാരാണ് എന്താണ് അവിടെയുള്ള തൊഴിലാളികളും തൊഴിലുടമകളും. അപ്പൊ തൊഴിലുടമകൾക്കും പ്രധാനപ്പെട്ട സംഘടനകളുണ്ട്. അവരുടേതായിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അവർക്ക് കൊമേഴ്സ് ആൻഡ് ട്രേഡ് ചേംബേഴ്സുകളൊക്കെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള അസോസിയേഷനിലൊക്കെ അവർ മെമ്പർഷിപ്പ് എടുക്കുന്നു. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അല്ലെ. ഗവൺമെന്റിൽ നിന്ന് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ടതുണ്ടാവും. ഒരു സ്ഥാപനം അതിന്റെ പെർമിറ്റുകൾ ചിലപ്പോൾ റദ്ദാക്കുമ്പോഴോ അല്ലെങ്കിൽ അല്ലെ, നമുക്കറിയാം തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമല്ല അവരുടേതായിട്ടുള്ള തൊഴിലുടമകൾക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ടാവും. അപ്പൊ അത്തരത്തില് ചിലപ്പോഴെങ്കിൽ ഗവൺമെന്റ് ഒരുപാട് നികുതി ചുമത്തുന്നുണ്ടെങ്കിൽ അല്ലെ, അപ്പൊ അവർക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംഘടനകൾ തീർച്ചയായിട്ടും എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഗുണം ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള രണ്ട് സംഘടനകളുടെ നെയിമുകൾ നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കുക. CIE-യും AIOE-യും. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം. കളക്റ്റീവ് ബാർഗെയിനിങ്. അതാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് തൊഴിലാളികളുടെ അവകാശം നേടിയെടുക്കണം, തൊഴിലുടമകൾക്ക് തൊഴിലുടമകളുടെ അവകാശങ്ങൾ നേടിയെടുക്കണം. അതുകൊണ്ട് തന്നെയാണ് അവര് ട്രേഡ് യൂണിയനുകളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അല്ലെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വിലപേശൽ അല്ലെ, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു വിലപേശൽ. If a country strives for economic growth, maintaining industrial harmony and peace is important. Okay, ഒരു കൺട്രി അല്ലെ ഏതൊരു രാജ്യമാണെങ്കിൽ അത് പരിശ്രമിക്കും എന്തിനു വേണ്ടിയിട്ട്? അവരുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്കും അത് മാത്രമല്ല നല്ല വ്യവസായ ബന്ധം അല്ലെ ഇത് സമാധാനത്തോടും ഐക്യത്തോടും കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏതൊരു രാജ്യവും പരിശ്രമിക്കും അല്ലെ, പരിശ്രമിക്കില്ലേ? അവിടെ സാമ്പത്തിക വളർച്ച അല്ലെ വികസിപ്പിച്ച് എന്താണ് നേടിക്കൊണ്ടിരിക്കാനായിട്ട് അല്ലെ, സാമ്പത്തിക വളർച്ച കരസ്ഥമാക്കാനായിട്ടും അതോടൊപ്പം തന്നെ അവിടെയുള്ള കമ്പനികളൊക്കെ ഐക്യത്തോടു കൂടിയിട്ടും എന്താണ് അതേമാതിരി തന്നെ എന്താണ് അവര് പീസ് അല്ലെ സമാധാനത്തോടു കൂടിയിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏതൊരു കൺട്രിയും ആഗ്രഹിക്കും അല്ലേ അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇൻഡസ്ട്രിയൽ ഹാർമണി റെഫേഴ്സ് ടു ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആസ്പെക്ടൻസ് ആൻഡ് സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് അമംഗ് ദ വർക്കർ ആൻഡ് ക്യാപിറ്റൽ. അപ്പൊ നമുക്കറിയാം ഇങ്ങനൊരു സമാധാനവും ഐക്യവും വേണമെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനികളുടെ ഇടയിൽ തർക്കങ്ങളൊന്നും വരാൻ പാടില്ല അല്ലേ, അങ്ങനെയല്ലേ? അതായത് അവിടെ എന്താണ് മൂലധനം ഇറക്കുന്ന തൊഴിലുടമ ഇറക്കുന്ന മൂലധനത്തിന് അടിസ്ഥാനമായിട്ട് തന്നെ അവർക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണം. അവിടെയുള്ള വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള പരിഗണന അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള വേജസും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് അവിടെ ഒരു സമാധാനമായിട്ടുള്ള ഒരു കമ്പനി ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ.
അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത് ഇൻഡസ്ട്രിയൽ ഹാർമണി റെഫേഴ്സ് ടു ആൻ അറ്റ്മോസ്ഫിയർ ടു പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, നല്ല എന്താണ് ആക്സെപ്റ്റൻസ് ആൻഡ് സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് എമംഗ് ദ വർക്കർ ആൻഡ് ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റല് മുടക്കുന്നവരും വർക്കർ അവിടെയുള്ള എംപ്ലോയീസും തമ്മിൽ നല്ലൊരു ബന്ധം അല്ലെ, നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. അവര് എന്തും സ്വീകരിക്കാൻ തയ്യാറാവണം അല്ലെ. നമ്മള് വർക്കേഴ്സിനെ ഡ്യൂട്ടി ഏൽപ്പിക്കുമ്പോൾ അവര് നല്ല മതിയായ സാലറിയോട് കൂടിയിട്ടാണ് ഈ വർക്ക് ചെയ്യാനായിട്ട് തൃപ്തികരമായ രീതിയിൽ തന്നെ അവര് സ്വീകരിക്കാൻ പറ്റും അല്ലെ. അത് മാത്രമല്ല അവർക്ക് തമ്മിൽ നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മള് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു കൂലി എന്താണ് എംപ്ലോയറെ തരുന്നുണ്ട് അല്ലെ. ഇത് നല്ലൊരു ധാരണയും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാ പറയുന്നത് ഇൻഡസ്ട്രിയൽ ഹാർമണി അല്ലെ. ഇൻഡസ്ട്രിയൽ ഹാർമണി എന്ന് പറയുന്നത് അവിടെ തൊഴിലാളികളും എന്താണ് ക്യാപിറ്റൽ ഇറക്കുന്നവരും തമ്മിൽ നല്ലൊരു ധാരണയോട് കൂടിയിട്ടും അവരുടെ പറയുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലുമായിരിക്കും. കളക്റ്റീവ് ബാർഗൈനിങ് is the official procedure that comprises negotiation and information sharing between employees and employers, resulting in an agreement which is suitable to both the parties. അപ്പൊ നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ധാരണകളൊക്കെ നമ്മൾ അല്ലെ ഇറക്കുമ്പോൾ ക്യാപിറ്റൽ മുടക്കുന്ന മൂലധനം ഇറക്കുന്നവർ തമ്മിലും അവിടെയുള്ള തൊഴിലാളികളും തമ്മില് നല്ലൊരു ധാരണയൊന്നും ഇല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി ഘട്ടം വരികയാണെങ്കിൽ അല്ലെ, എവിടെയെങ്കിലൊക്കെ വിട്ടുവീഴ്ചകളോ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ അവിടെ ഒരു നെഗോഷിയേഷൻ അല്ലെ, ചർച്ചകൾ രൂപീകരിക്കുന്നു. അങ്ങനെ ചർച്ചകൾ രൂപീകരിച്ചിട്ടായിരിക്കും അവിടെ എന്താണ് അവര് തമ്മിൽ പരസ്പരം അവരുടേതായ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. ശരിയല്ലേ? എംപ്ലോയീസും ചിലപ്പോ ആണെങ്കിൽ തൊഴിലാളികൾ തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ തൊഴിലാളികളും തമ്മിലായിരിക്കാം. അവരെ പരസ്പരം ആ റിലേഷൻ എന്താണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഇത് അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഒരു അഗ്രിമെന്റ് വരുന്നു അല്ലെ, ഒരു സമ്മതം വരുന്നു. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു അല്ലെ. ഒരു ചർച്ചയിലൂടെ അവിടെ ഒരു അംഗീകാരം വരുന്നു. അംഗീകാരത്തിനനുസരിച്ചിട്ടുള്ള കൂലിയും സമയക്രമവും ഒക്കെ അവിടെ രൂപീകരിക്കുന്നു അല്ലേ. അങ്ങനെയല്ലേ വരുന്നത്? ആണോ? ചർച്ചകളൊക്കെ സംഘടിപ്പിക്കും. അപ്പൊ അങ്ങനെ അതിനുള്ള നിലപാട് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അത് ആ കളക്റ്റീവ് ബാർഗൈനിങ് വരുന്നതിന് അതാണ് പ്രധാനമായിട്ട് വരുന്നത്. പൊതുവെ സമാധാനത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഏതൊരു കൺട്രിയും അങ്ങനെ ആഗ്രഹിക്കുന്നു, അതോടൊപ്പം തന്നെ കമ്പനിയും അങ്ങനെയൊക്കെ തന്നെ ആഗ്രഹിക്കുന്നു. അവര് തമ്മിലൊരു സമ്മതം എഗ്രിമെന്റിൽ എത്തിപ്പെടുന്നു. ദിസ് പ്രോസസ് ഇൻവോൾവ്സ് ബോത്ത് ദ പാർട്ടീസ്. നമുക്കറിയാം ഈ പ്രോസസ്സ് ഉണ്ടാകുന്നത് എന്താണ്, ഇരുകൂട്ടരും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. However, in many countries, the government plays a vital role in encouraging collective bargaining by creating relevant law for it. നമുക്കറിയാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലെ, അവിടെ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലാണ് തീർച്ചയായിട്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. അതിന് പരിഹാരം തന്നെയാണ് കണ്ടെത്തേണ്ടത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് മിക്ക കൺട്രികളിലും ഗവൺമെന്റ് ഇതിനൊരു ഇടപെടലുകൾ നടത്തുന്നു. അവര് കുറെ ലോസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ ലോസ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ധാരണയിൽ എത്തുന്നത് അല്ലേ. അങ്ങനെയല്ലേ? ഓക്കെ, ക്ലിയർ ആയി പോകുന്നുണ്ടോ? This process involves both the parties. However, in many countries, the government plays a vital role. ഗവൺമെന്റിന് ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട് ഇതിനു വേണ്ടിയിട്ട്. എൻകറേജിങ് കളക്റ്റീവ് ബാർഗൈനിങ് ബൈ ക്രിയേറ്റിംഗ് റെലവന്റ് ലോ ഫോർ ഇറ്റ് അല്ലെ. ഈ ഒരു കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒരു നല്ല നിയമം കൊണ്ടുവരിക അല്ലെ. നിയമം കൊണ്ടുവരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിയമത്തിന്റെ ബേസിലായിരിക്കും എംപ്ലോയീസും എംപ്ലോയറും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, hence collective bargaining results in a consent called union contract, collective agreement or labor contract. അപ്പോ നമുക്കറിയാം ഈ ഒരു ഇതല്ലേ കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം പലതരത്തിലുള്ള ബാർഗൈനിങ് നടത്തും. യൂണിയൻ ഇടപെട്ടുകൊണ്ട് ബാർഗൈനിങ് നടത്തുന്നു, യൂണിയൻ ഇല്ലാതെ നമുക്കറിയാം ലോയുടെ ബേസിൽ ബാർഗൈനിങ് നടത്തുന്നു. അങ്ങനെ പലതരത്തിലുള്ള ബാർഗൈനിങ്ങിലുണ്ട് അല്ലെ. അപ്പൊ അതിന് വ്യത്യസ്ത പേരുകളുണ്ട്. കൺസെന്റ് കോൾഡ് യൂണിയൻ കോൺട്രാക്ട്, കളക്റ്റീവ് എഗ്രിമെന്റ് ഓർ ലേബർ കോൺട്രാക്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും. നമുക്കറിയാം ഇത്ര മാസത്തിനുള്ളിൽ അല്ലെ നമ്മള് ഇതുകളൊക്കെ ട്രെൻഡൊക്കെ ക്ഷണിച്ചിട്ട് അല്ലെ നമ്മള് സാധാരണയായിട്ട് ഇത്ര മാസത്തിന്
പണിതീർക്കാം, അപ്പൊ എത്ര ഫണ്ടുകൾ അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടൊക്കെ അവര് അഗ്രിമെന്റ് ഫുൾഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. പല ഡ്യൂട്ടികളും പല ലേബർ യൂണിയനുകളൊക്കെ ആണെങ്കിലും നമുക്കറിയാം എന്താണ് അവര് ഈ ഡ്യൂട്ടികളൊന്നും ചെയ്തില്ല എങ്കിലാണ് യൂണിയനുകൾ മുന്നോട്ട് വന്ന് ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ എന്താണ് തീർച്ചയായിട്ടും അവര് തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്, എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ, അല്ലെങ്കിൽ ആ ഒരു തൊഴിലുടമയും തൊഴിലാളികളുടെ ആ യൂണിയനുകളും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അവരുടെ ആ ഒരു എഗ്രിമെന്റിന്റെ ബേസിലായിരിക്കും പണികളൊക്കെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊന്നും നടപ്പായില്ലെങ്കിൽ അല്ലെ വിധിച്ച ടൈമിനുള്ളിൽ, അല്ലെങ്കിൽ ഫണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ പ്രശ്നമൊക്കെ വരുമ്പോഴൊക്കെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്ത് വരുന്നത്. അപ്പൊ ലോയുടെ അടിസ്ഥാനത്തിലൊക്കെ നോക്കും, അതല്ലെങ്കിൽ നെഗോഷിയേഷൻ ചർച്ചകളെല്ലാം വിളിച്ചു കൂട്ടും, അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരു സമ്മതം എഗ്രിമെന്റ് ഉണ്ടാക്കിയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തു പോകും. അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് എന്താന്നുള്ള കാര്യം മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്ത് പൊക്കോട്ടെ. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ലേബർ ലെജിസ്ലേഷൻ. എന്താണ് തൊഴിലാളി നിയമനിർമ്മാണം എന്നുള്ളതൊക്കെ നോക്കാം. In order to improve health and welfare of workers, labor legislation came into existence. അതായത് അവിടെയുള്ള തൊഴിലാളികളുടെ അല്ലെ അവരുടെയൊക്കെ വർക്കേഴ്സിന്റെ ഒക്കെ ആരോഗ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ അത് ഇംപ്രൂവ് ചെയ്ത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ, അതല്ല ആ പ്രവർത്തനങ്ങളെല്ലാം എന്താണ് കുറച്ചും കൂടി പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലേബർ ലെജിസ്ലേഷൻ ഒക്കെ. ലേബർ ലെജിസ്ലേഷൻ കെയിം ഇൻ ടു എൻഹാൻസ്, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പൊതുവായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത് അല്ലെ. നമ്മളിപ്പോ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ വരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, അവിടെയുള്ള ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അല്ലെ. അതൊരു ക്ഷേമ പ്രവർത്തനം തന്നെയാണ് അല്ലേ, ആണോ? ഇൻഷുറൻസ് ഒക്കെ കൊടുക്കണമെന്ന് പറയുന്നത് ഓക്കെ. അപ്പൊ അതൊരു ക്ഷേമ പ്രവർത്തനം തന്നെയാണ്. അവിടെ പൊതുവായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടെയുള്ള വർക്കേഴ്സിന്റെ ആരോഗ്യമൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മറ്റൊരു ഇതെന്ന് പറയുന്നത് ലേബർ ലെജിസ്ലേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രീവനസ് റിഡ്രസൽ. അതാണ് ഗ്രീവനസ് റിഡ്രസൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് ബാർഗെയിൻ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു അല്ലെ. ഇത് മാത്രം തന്നെ പല കാര്യങ്ങൾ ഇൻ കേസ് അല്ലെ, ചിലതെല്ലാം നമുക്കറിയാം എപ്പോഴും യൂണിയനും കാര്യങ്ങളൊക്കെ ഇടപെട്ടെന്ന് വരില്ല. ചില പർട്ടിക്കുലർ പേഴ്സൺസിന്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നേടണമെങ്കിൽ അവരെന്താണ് പരാതികൾ കൊടുക്കുന്നു, പരാതികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് ഒരുപാട് ഒരു ഗണത്തിന് തന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണെങ്കിൽ ഒന്നിച്ചു നിന്ന് ഫൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. Employees' grievances are connected to the contract, work rule or regulation, policy or procedure, health and safety regulation, past practice, changing the culture norms, and the unilaterally individual victimization, wages, bonus, etc. ഏത് തരത്തിലുള്ള പരാതികളും വരാം അല്ലെ. പരാതികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടൈമിന്റെ കാര്യത്തിലായിരിക്കാം, ചിലപ്പോൾ ബോണസ് കിട്ടാത്തതായിരിക്കും, വേജസ് കിട്ടാത്തതായിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേകം വ്യക്തികളോട് മാത്രം ഇങ്ങനെ ഒരുപാട് അല്ലെ ചില വ്യക്തികളോട് മാത്രം എന്താണ് ഇരകളാവുന്നത് അല്ലെ. ഇൻഡിവിജ്വൽ വിക്ടിമൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, വ്യക്തിപരമായിട്ട് അവര് ഇരയാവുകയാണ് എന്ന് വെച്ചാൽ പല കാര്യങ്ങളും അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നു. ഓവർലോഡ് ചിലർക്ക് മാത്രം കൊടുക്കുന്നു അല്ലെ. അപ്പൊ അവരുടെ മാത്രം പ്രോബ്ലംസ് ആണ്. അപ്പൊ അതൊക്കെ വരുമ്പോഴെന്താണ് പരാതികൾ വരും അല്ലെ. അപ്പൊ അതാണ് പ്രധാനമായിട്ട് പറയുന്നത്. എംപ്ലോയീസ് ഗ്രീവൻസ് ആർ കണക്റ്റഡ് ടു ദ കോൺട്രാക്ട്, വർക്ക് റൂൾ ഓർ റെഗുലേഷൻ, പോളിസി ഓർ പ്രൊസീജിയർ. അതായത് പൊതുവെ നമുക്കറിയാം ഒരു കോൺട്രാക്ട് തന്നെയാണ് ഇതിന് വരുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന പരാതികൾക്ക് നമുക്ക് എന്താണ് പരിഹാരം വേണം. തീർച്ചയായിട്ടും ഒരു എന്താണ് കമ്പനിയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അവിടെ ഒരു
എന്താണ് ഒരു കോൺട്രാക്ട് വരികയാണ്, വർക്കേഴ്സും അല്ലെ മാനേജ്മെന്റ് തമ്മിലൊക്കെ എന്താണ് ഒരു പരാതി പരിഹാരങ്ങൾ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം വരികയാണ്. അത് എന്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാവാം? ചില നയങ്ങൾ ഇവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ ചില നടപടിക്രമങ്ങൾ അവിടെയുള്ള വർക്കേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ സുരക്ഷാ കാര്യങ്ങൾ അല്ലെ സുരക്ഷാ നടപടികൾ, അവർ ആരോഗ്യത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങള്, എന്താണ് ചേഞ്ചിങ് ദ കൾച്ചറൽ നോംസ് അല്ലെ, അതായത് ചിലപ്പോൾ ആണെങ്കിൽ ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്താണ് ഒരു യൂണിഫോമിറ്റി അല്ലെ എല്ലാവർക്കും ഒരേപോലെ തന്നെ പാലിക്കാനായിട്ടൊന്നും പറ്റിയെന്ന് അല്ലെങ്കിൽ യൂണിലാറ്ററൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് പല കാര്യങ്ങൾ അല്ലെ പൊതുവെ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത കൾച്ചറൽ ആയിട്ടുള്ള നോംസ് യൂണിലാറ്ററൽ എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് പറ്റാത്തൊരു കണ്ടീഷൻ ആവുമ്പോൾ, അതേമാതിരി തന്നെ ഇൻഡിവിജ്വൽ പറഞ്ഞ വ്യക്തിപരമായിട്ട് ചിലരോടൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് അവരോട് തന്നെ കുറച്ച് ഇരകളാകേണ്ട അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ വേജസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബോണസുമായി ബന്ധപ്പെട്ട് അങ്ങനെ പലതരത്തിലുള്ള പരാതികൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു കോൺട്രാക്ട് ഒരു സമ്മതം നേടിയിടേണ്ടി വരുന്നു. അതായത് പൊതുവെ നമുക്കറിയാം പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ഒരു നമുക്കത് പരിഹാരം വേണം അല്ലെ. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്നുകൂടി നോക്കാം. ഓൾ ദീസ് ഗ്രീവ്നെസ് ക്യാൻ ബി റിസോൾവ്ഡ് ത്രൂ ദ ഗ്രീവ്നെസ് റിഡ്രസൽ പ്രൊസീജിയർ. ഈ പരാതികൾക്കെല്ലാം പരിഹാരം കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ പരിഹാര പ്രൊസീജിയറിനോടുകൂടിയാണ്, അതായത് റിഡ്രസൽ പ്രൊസീജിയർ എന്താണ് പരിഹാര നടപടിക്രമങ്ങളിലൂടെയാണ്. To develop a harmonious industrial relations, to run an based successful and dynamic workplace, grievance handling must be done effectively. അതായത് പൊതുവെ നമുക്കറിയാം എന്താണ് വ്യത്യസ്ത അല്ലെ ഡൈനാമിക് നേച്ചർ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ ഈ പരാതികൾക്ക് പരിഹാരം കാണുക എന്ന് പറയുന്നത് വ്യത്യസ്ത നേച്ചറുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ അവിടെ ഫലപ്രദമായ രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യണം അല്ലെ. നല്ല ഫലപ്രദമായിട്ടുള്ള ചിലപ്പോഴാണെങ്കിൽ ഈ പരാതികളെല്ലാം കേട്ടിട്ട് നമുക്കറിയാം ചില ടൈമുകളിലൊക്കെ ഗവൺമെന്റിന്റെ അല്ലെ പ്രധാനപ്പെട്ട എന്താണ് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ മുന്നിട്ട് വന്ന് പരാതികൾ കളക്ട് ചെയ്യും അല്ലെ. എന്നിട്ടാണ് പരിഹാരങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ മാത്രം തന്നെ ഏതൊരു കമ്പനിക്കും ഇങ്ങനെ പരാതികളൊക്കെ ഉണ്ടാവും. അപ്പൊ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം അല്ലെ. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് മസ്റ്റ് ബി ഡൺ എഫക്റ്റീവ്ലി. നല്ല രീതിയിലൊക്കെ തന്നെ അവിടെ ഹാൻഡിൽ ചെയ്യണം. അതായത് അത് വിജയപ്രദമാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇൻ കേസ് ആ ഒരു ബന്ധം നല്ല രീതിയിൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലൊക്കെ ഈ പരാതി പരിഹാര മാർഗങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഗ്രീവ്നെസ് എന്നുള്ളത് വ്യത്യസ്ത തരത്തിലുള്ളത് ആവാം എന്നുള്ളത് ഓക്കെ ആയോ? ഗ്രീവ്നെസ് എന്നുള്ളത് പരാതികൾ എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുണ്ടാവില്ലേ? ഉണ്ടാവോ? വ്യത്യസ്ത തരത്തിലുള്ള പരാതികൾ ഉണ്ടാകും. ഓക്കെ, ഇനി അതിന്റെ പരിഹാരങ്ങളും നല്ല രീതിയിൽ തന്നെ കാര്യക്ഷമമായിട്ട് തന്നെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അത് ഇച്ചിരി കൂടി ബുദ്ധിമുട്ടാവും അല്ലെ. അത് നമുക്കറിയാം ചിലർക്ക് ഒരു അനുകൂല നടപടി സ്വീകരിച്ചിട്ട് മറ്റുള്ളവർക്ക് അല്ലെ മറ്റുള്ളവരെയും ഇതേ ആവശ്യമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവരെ പരിഗണിച്ചില്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടാവില്ലേ? ഡിസ്ക്രിമിനേഷൻ വരും അല്ലെ, വിവേചനം വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പരാതികളൊക്കെ കേൾക്കുമ്പോൾ പരിഹാര മാർഗങ്ങളൊക്കെ കണ്ടെത്തുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കണം. വിജയപ്രദമായിട്ടുള്ള രീതിയിൽ അതല്ലെങ്കിൽ ചലനാത്മകമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ കൈകാര്യം തന്നെ ചെയ്യേണ്ടതുണ്ട്. പരിഹാരം എന്ന് പറയുന്നത് റിഡ്രസൽ പ്രൊസീജിയർ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, സ്കോപ്പ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് ആണ് നമ്മൾ എടുത്തത്. അതായത് നമുക്കറിയാം അതിൽ വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു, പങ്കാളിത്തം അല്ലെ. അതേമാതിരി തന്നെ തർക്കങ്ങൾ സെറ്റിൽമെന്റ് ചെയ്ത് കൊടുക്കുക, ട്രേഡ് യൂണിയനുകൾ മുന്നിട്ട് വരാനുള്ള സാധ്യതകൾ ഇന്ന കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പൊ അത് അവരെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പിന്നെ എംപ്ലോയേഴ്സിനും ഓർഗനൈസേഷനുകളുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടുണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റേതായിട്ടുള്ള ചില നിലപാടുകളൊക്കെ ചിലപ്പോൾ അവർക്ക് ഒന്നിച്ചു നിന്ന് തന്നെ കൈകാര്യം ചെയ്യേണ്ടതൊക്കെ ആയിട്ടുണ്ട്. കളക്റ്റീവ് ബാർഗൈനിങ് നമുക്കറിയാം, നമ്മൾ വിലപേശി കാര്യങ്ങൾ നടത്തേണ്ടതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം അത് പലപ്പോഴും അങ്ങനെയുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ലോയൊക്കെ അല്ലെ പൊതുവെ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട ലോകളൊക്കെ ഇറക്കാറുണ്ട്. അവർ ഇനീഷ്യേറ്റീവായിട്ട് തന്നെ രംഗത്ത് വരാറുണ്ട്. കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ അല്ലെ ഒരു കൺട്രിയിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അവിടെ വ്യവസായ വളർച്ച സാധ്യമാകണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഡിസ്പ്യൂട്ടുകളൊന്നും വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ലോകള്
ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകൾ മുന്നിട്ട് വരുന്നത്. എന്താണ് ലേബർ ലെജിസ്ലേഷൻ, അതായത് തൊഴിലാളികൾക്ക് അതിനുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ നിയമ സാധ്യതകൾ, നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള നിയമ സാധ്യതകളൊക്കെ അവിടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. ദെൻ പരാതികൾ, വ്യത്യസ്ത തരത്തിലുള്ള പരാതികൾ ഉണ്ടാകാം. ദെൻ റിഡ്രസൽ പ്രൊസീജിയർ ഒക്കെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതും ബുദ്ധിമുട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെയാണ്. നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാവോ? നല്ല ബന്ധം ഉണ്ടെങ്കിൽ നമുക്കറിയാം ഏതിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെ, നല്ല എന്താണ് ഫാമിലിയിലാണെങ്കിലും മെമ്പേഴ്സ് പരസ്പരം നല്ല ബന്ധം ഉണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഒന്നിച്ചു നിന്നവർക്ക് അല്ലെ വലിയ കുഴപ്പമില്ലാതെ ജീവിത പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തുപോകാൻ സാധിക്കും. അത് തന്നെയാണ് എന്താണ് ഒരു കമ്പനികളിലാണെങ്കിലും അല്ലെ, നല്ലൊരു ബന്ധമുണ്ടായെങ്കിൽ നമുക്കറിയാം വ്യത്യസ്ത കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അച്ചീവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെ, ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട പല ലക്ഷ്യങ്ങളുമുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് എനിക്ക് നോക്കാനുള്ളത്. സ്റ്റാർട്ട് ചെയ്ത് വെച്ചോട്ടെ. സ്റ്റാർട്ട് ചെയ്തോട്ടെ. അപ്പൊ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്താണ്? ഫസ്റ്റ് വൺ ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ്. അവിടെ സംരക്ഷിക്കുക അല്ലെ, നല്ലൊരു ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ എല്ലാവരുടെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. പ്രൊട്ടക്ടിങ് ദ well-being of workers and management by creating excellent understanding and goodwill between the various sections that are responsible for production is the prime objectives of industrial relations. Industrial relations ന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നത്, അവര് തമ്മില് നല്ലൊരു ബന്ധം, അതായത് അവിടെയുള്ള എംപ്ലോയർ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള നല്ലൊരു ബന്ധം അത് സൃഷ്ടിക്കുകയും അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക അല്ലെ. അതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഏതൊരു സ്ഥാപനത്തിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെയുള്ള വർക്കേഴ്സും തൊഴിലുടമകളും തമ്മിലൊക്കെയുള്ള നല്ലൊരു ബന്ധം അല്ലെ. അവരുടെ ആ ഒരു ഗുഡ് വിൽ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ സൗഹൃദമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് അവരുടെ ഗുഡ് വിൽ. നമ്മൾ പറയില്ലേ എന്താണ്, ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഗുഡ് വിൽ അല്ലെ. അതാണ് നമ്മുടെ ഈ സക്സസിന്റെ ഈ ഒരു വിജയത്തിന്റെ ഒരു ഇത് എന്ന് പറയുന്നത്, തിളക്കം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഒന്നിച്ചു നിൽക്കുക അല്ലെ. അതാണ് പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സ് ഇതിന്റെ എംപ്ലോയീസ് റിലേഷൻഷിപ്പിന്റെ. ക്ലിയർ ആയോ? അതിൽ തന്നെ അവരെ പരിഗണിക്കുക അല്ലെ, എക്സലന്റ് അണ്ടർസ്റ്റാൻഡിങ്, എല്ലാവരെയും എന്താണ് മനസ്സിലാക്കുക, അവര് തമ്മിൽ പരസ്പരം നല്ലൊരു ബന്ധം ഉണ്ടാക്കുക അല്ലെ. അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം എന്താണ്, അവനവന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വേരിയസ് സെക്ഷൻസ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡക്ഷൻ അല്ലെ. അവിടെ ഉത്പാദനത്തിലുണ്ടാവുന്ന ഇൻ കേസ് ഏതൊരു കമ്പനി ആണെങ്കിലും അവരെന്താ ഉദ്ദേശിക്കുന്നത് അതിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ അത് തമ്മില് പരസ്പരം ഒരു ധാരണയില് നല്ലൊരു ബന്ധത്തിൽ കൊണ്ടുപോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു സൗഹൃദമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനും തീർച്ചയായിട്ടും അത് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ്. തീർച്ചയായിട്ടും നല്ലൊരു ഇൻട്രസ്റ്റ് അല്ലെ, അവര് തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് എങ്കിൽ, അവരെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, അവരെ നല്ല ധാരണയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ടു ഇംപ്രൂവ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ്. എന്താണ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത്? വായിച്ചു നോക്കാം. The aim of industrial relations is to enhance the economic standing of workers by increasing their wages and benefits and by assisting the workers in developing an effective budget. നല്ല ബഡ്ജറ്റ് അല്ലെ, നല്ല ബഡ്ജറ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു അല്ലെ വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ എന്താണ്, തൊഴിലുടമയ്ക്ക് നഷ്ടമില്ല എന്നാൽ തൊഴിലാളിക്കും വലിയ പ്രശ്നമില്ലാത്ത ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫലപ്രാപ്തമായിട്ടുള്ള ബഡ്ജറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ കേസ് അവർക്ക് ആവശ്യമായിട്ടല്ലേ അവരുടെ വേതനങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ മറ്റു തരത്തിലുള്ള വേജസ് ഒക്കെ എന്തെങ്കിലും അല്ലെ ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, അതൊക്കെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ
തീർച്ചയായിട്ടും എന്താണ് അവിടെ നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. The aim of industrial relations is to enhance economic standard, അല്ലെ? ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു ബന്ധം ഉണ്ടാകും. തീർച്ചയായിട്ടും എന്താണ് സാമ്പത്തികമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വരുന്നത് എങ്ങനെയാ? അവിടെയുള്ള വർക്കേഴ്സ് നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ വേജസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇല്ലേ? സാധിക്കില്ലേ? ഗവൺമെന്റ് എന്താണ് മാനേജ്മെന്റ് അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്കണോമിക് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യോ? വർക്കേഴ്സ് നന്നായിട്ട് മാക്സിമം വർക്കോടുകൂടി പണിയെടുത്തു, ഓവർ ടൈം ഒക്കെ എടുത്ത്, അല്ലെ? നമ്മൾക്കറിയാം. ഓക്കെ, അവര് ഓക്കെ ഇൻക്രീസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ എന്താണ് തീർച്ചയായിട്ടും എന്താണ് അവരെ പരിഗണിച്ചാൽ മാത്രമാണ് അവരുടെ എക്കണോമിക് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അത് മാത്രമല്ല, നമുക്കറിയാം അവിടെ എന്താണ് അവിടെ പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ തർക്കങ്ങളൊന്നും വരാനായിട്ടും സാധ്യത വരില്ല, അല്ലെ? ടു ഇംപ്രൂവ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് അവരുടെ എക്കണോമിക് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു കമ്പനിയിൽ ഒരു നിയമാവലികൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ചില പരിഗണനകൾ കൂടി കിട്ടുന്നുണ്ടെങ്കിലാണ് അവർക്ക് എക്കണോമിക് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ്. ക്ലിയർ ആയോ? ഓക്കെ, അത് മാത്രമല്ല അവരുടെ കൺട്രോൾ ചെയ്യണം, അല്ലെ? വർക്കേഴ്സിന് ഡെവലപ്പിംഗ് ആൻഡ് എഫക്റ്റീവ് ബഡ്ജറ്റ്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം അവിടെ എന്താണ് ഒരു കമ്പനിയിൽ തന്നെ ചില ഇതുകളൊക്കെ ഉണ്ട്, അല്ലെ? ഇൻഷുറൻസ് നമുക്ക് കുറച്ച് ഫണ്ടുകൾ നമ്മൾ നേരത്തെ പഠിച്ച PF പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയും കോൺട്രിബ്യൂഷൻസ്, അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്ന് ഒരു ബഡ്ജറ്റ്, അല്ലെ, അടുത്ത കൊളത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഒരു നീക്കിയിരിപ്പ് നടത്താനും കൂടി അവർക്ക് സാധിക്കും. അപ്പൊ വർക്കേഴ്സിന്റെ സ്വമേധയാ എന്താണ് അവരുടെ സാലറി കിട്ടി അവർ ഓക്കെയാണ്, അതോടൊപ്പം തന്നെ ഒരു ബഡ്ജറ്റും കൂടിയും അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതും വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഈ ഒരു നല്ല ബന്ധത്തിനുകൊണ്ട് സാധിക്കും. അതായത് നല്ലൊരു ബന്ധം ഉണ്ടെങ്കിലൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള പാക്കേജുകൾ അവിടെ അവൈലബിൾ ആവും. അടുത്ത പോയിന്റ് എടുക്കാൻ നേരമില്ല. ഇനി നമുക്ക് 2 പോയിന്റും നിർത്താം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ശരി, ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു.